കലാരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന സച്ചുവിന്റെ മികച്ച പിന്തുണയായിട്ടുള്ള താങ്കൾക്ക് എന്താണ് ഈ ഒരു നിമിഷത്തെക്കുറിച്ച് പറയാനുള്ളത്? സച്ചുവിന് എൻ്റെ ഗുരുവിൻ്റെ സ്റ്റുഡൻ്റാണ് സച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂർ കലോത്സവങ്ങളിൽ പങ്കെടുത്തിരുന്ന ആളാണ്. എൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകളെല്ലാം തൃശ്ശൂർ സ്റ്റേറ്റ് കലോത്സവം നടന്ന സമയത്താണ്. അപ്പോൾ സച്ചു സ്റ്റേജിൽ കളിക്കുമ്പോൾ എനിക്ക് എൻ്റെ തന്നെ ഒരു പ്രതിനിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൻ കളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതുമാതിരി ടെൻഷനുണ്ട്. പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കോമ്പറ്റീഷനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടൈറ്റ് കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിലവാരം കൂടിയിട്ടുണ്ട്. മറ്റ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മുൻകാല വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നിലവാരം കൂടിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ ഇതൊരു കലോത്സവ രീതിയിലേക്ക് മാത്രം എടുക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോഴും ഞാനൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴും നൃത്തത്തിൽ ഞങ്ങൾ തുടർച്ചയായിട്ട് ഞാനിപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ സച്ചു വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സച്ചിന് ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരാളാണ്. അവന് മെഡിസിൻ ചേരണം എന്നുണ്ട്, അല്ലെങ്കിൽ അവന് കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് വളരണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരിക്കലും ഡാൻസ് നിർത്തരുത് എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും എപ്പോഴും സച്ചിൻ്റെ ഒപ്പം ഉണ്ടാവും.